രേണുസുതി ഇങ്ങനെ ആയതിൻ്റെ കാരണക്കാരൻ കൊല്ലം സുധി. യഥാർത്ഥ സത്യം എന്താണ്? കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് വേറെ ഒന്നുമല്ല, ഞാനിടുന്ന പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടാൻ വേണ്ടി മാത്രമാണ്. അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. രേണുസുതി ഇങ്ങനെയാകാൻ കാരണം കൊല്ലം സുധി എന്നൊരു വാർത്ത കുറേ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. ഈ രേണുസുതി ചങ്ങനാശ്ശേരിക്കാരി എന്നാണ് എനിക്ക് കിട്ടിയ അറിവ് പ്രകാരം. സുധിച്ചേട്ടനുമായിട്ട് സ്നേഹിച്ചു കേട്ടാണ്. സുധിച്ചേട്ടൻ്റെ എത്രാമത്തെ ഭാര്യയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ വിവാദങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. സുധിച്ചേട്ടനായിട്ട് ഇത് കിച്ചുവിൻ്റെ വളർത്തമ്മ എന്നും പറയാം. ഈ രേണുസുതി നമ്മൾ രേണുസുതിനെയൊക്കെ നേരത്തെ കണ്ട സമയത്ത് സ്റ്റാർ മാജിക്കിലാണ് ഞാൻ ഫസ്റ്റ് കാണുന്നത്. അന്ന് സുധിച്ചേട്ടൻ്റെ സുധിച്ചേട്ടൻ്റെ അതിനകത്ത് ഒരുപാട് പേർക്ക് സുധിച്ചേട്ടനെ അറിയാം. സിനിമ സീരിയലിലും ഒരുപാട് കോമഡി ഷോയിലൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് സുധിച്ചേട്ടൻ. എല്ലാവർക്കും പുള്ളി ഇഷ്ടമാണ്. അപ്പോൾ ഈ സുധിച്ചേട്ടന് കാണാൻ വേണ്ടി ഒരു ദിവസം രേണുസുതി ഇവിടെ വന്നായിരുന്നു, സ്റ്റാർ മാജിക്കിൽ കൊണ്ടുവന്ന രേണുസുതിനെ. അപ്പോൾ അന്ന് കിച്ചും ഈ രേണുസുതിയുടെ ഇപ്പോഴത്തെ കൊച്ചും എല്ലാം ഉണ്ടായിരുന്നു, ഋതുകൂട്ടനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഫസ്റ്റ് ഞാൻ രേണുസുതിയെ കാണുന്നത്. അന്നൊക്കെ രേണുസുതി സുധിച്ചേട്ടനെ സപ്പോർട്ട് ചെയ്യുകയും അങ്ങനെ ഒരു വ്യക്തിയാണ്. പക്ഷേ സുധിച്ചേട്ടൻ്റെ മരണശേഷം രേണുസുതി ആളാകാൻ മാറി. സുധിച്ചേട്ടൻ്റെ മരണ സമയത്ത് സുധിച്ചേട്ടൻ ഒത്തിരി കടങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് പറയപ്പെടുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ രേണുസുതി ഇങ്ങനെ ആകാൻ കാരണം സുധിച്ചേട്ടനാണ് പല ന്യൂസിൽ കണ്ടു. പക്ഷേ സുധിച്ചേട്ടൻ കടങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ ഉള്ളത് നേരാണ്. 2-3 കല്യാണം കഴിഞ്ഞ് നല്ല നേരാണ്. പക്ഷേ സുധിച്ചേട്ടൻ എന്ത് പഠിച്ചു രേണുസുതി ഇങ്ങനെയായി? രേണുസുതി നോക്കിയപ്പോൾ അവർക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവർക്ക് ജീവിക്കാനൊരു മാർഗ്ഗമില്ല. അപ്പോൾ അവരിങ്ങനെ ഓരോരോ ചെറിയ ഷോർട്ട് ഫിലിമൊക്കെ അവർക്ക് കിട്ടി. അങ്ങനെയൊക്കെ കുറച്ച് അവർക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റും അവർ ഉണ്ടാക്കിയെടുത്തു. അത് അവർ സോഷ്യൽ മീഡിയയിൽ ആകാൻ വേണ്ടി ഒറിജിനലാക്കി ഉണ്ടാക്കിയെന്ന് എനിക്ക് പറയാൻ പറ്റും. അവർക്കറിയാം എങ്ങനെയൊക്കെ ചെയ്താലുള്ള സോഷ്യൽ മീഡിയ വൈറലാകും, പൈസ കിട്ടുമെന്നൊക്കെ അറിയാം. പിന്നെ രേണുസുതി നമ്മൾ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ രേണുസുതിക്ക് ഒരുപാട് വാദങ്ങളിലൊക്കെ പെട്ടതാണ്. ഇതും സുധിച്ചേട്ടനും തമ്മിൽ എന്താണ് ബന്ധം? സുധിച്ചേട്ടനെ മരണപ്പെട്ടിട്ടും അദ്ദേഹത്തിന് വെറുതെ വിട്ടുകൂടെ? ഇത് രേണുസുതി വരുത്തി വെച്ചാൽ രേണുസുതിക്ക് ഇങ്ങനെയുള്ള ഇതല്ലാതെ വേറെ എന്തെല്ലാം ഇത് ചെയ്യുന്നു. ഭർത്താക്കന്മാർ മരിച്ച് എത്രയോ ഭാര്യമാരുണ്ട്, അവർക്കൊക്കെ അടങ്ങിയിരുന്നു കൂടെ. അവരൊക്കെ ഇപ്പം പല ആളുകളും ചോദിക്കും, രേണുസുതിക്ക് ഒരു ജോലി എന്തെല്ലാം നല്ല ജോലികളുണ്ട്. ഇപ്പം രേണുസുതി ചെയ്യുന്നത് വളരെ മോശമായ കാര്യമെന്ന് ഞാൻ പറയുള്ളൂ. വേറെ ഒന്നുമല്ല, രേണുസുതി ഇപ്പം ഈ പബ്ലിസിറ്റി കിട്ടാനും അഹങ്കാരം കൊണ്ടും ഒക്കെയാണ്, ഈ പൈസ കൂടുതൽ ആർത്തി കൊണ്ടും ഒക്കെയാണ് ഇപ്പം കാട്ടിക്കൂട്ടുന്നത്. ഇപ്പം അത്യാവശ്യം രേണുസുതിക്ക് ഇച്ചിരി പൈസയൊക്കെ ഉണ്ട്, കാറൊക്കെ വാങ്ങി, വീടൊക്കെ ആയി. പക്ഷേ സുധിച്ചേട്ടൻ മരിക്കുന്നതിന് മുന്നേ ഒന്നുമില്ലായിരുന്നു. സുധിച്ചേട്ടന് അധികം പൈസ ഒന്നും കിട്ടുന്നോ അങ്ങനെയൊന്നുമില്ല. സിനിമയിലൊക്കെ ചെറിയ റോളൊക്കെ ഉണ്ടെങ്കിലും കോമഡി പ്രോഗ്രാമൊക്കെ ഉണ്ടെങ്കിലും അന്നൊന്ന് കഴിയാനുള്ളതൊക്കെ ഉള്ളത് പുള്ളിയുടെ സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ലായിരുന്നു. ആൾക്കാരാണ് സുധിച്ചേട്ടൻ മരണശേഷം വീട് വരെ വെച്ച് കൊടുത്തത് രേണുസുതിക്ക്, അതും ആ പിള്ളേരുടെ പേരിൽ. ഇതേ രേണുസുതി ഇപ്പോൾ ഉണ്ടാക്കുന്ന കാശ് നന്നായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു ഇതിൻ്റെ അഹങ്കാരമാണ് രേണുസുതി. അത് സുധിച്ചേട്ടനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഒരാൾ മരിച്ചു, അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വഴിക്ക് വിടുക. അല്ലാതെ അത് രേണുസുതി ഇങ്ങനെ ആകാൻ കാരണം സുധി എന്നൊക്കെ പറഞ്ഞ് പല ന്യൂസിലും ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് തോന്നി അത് രേണുസുതി ഇങ്ങനെ ആയത് സുധിച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ടോ? സുധിച്ചേട്ടൻ മരണശേഷം അവർക്ക് ജീവിക്കാൻ അവരിറങ്ങി, സത്യമാണ്. പക്ഷെ അവർക്ക് ഈ കൂടുതൽ ആൾക്കാരുടെ ജനശ്രദ്ധ നേടണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ പറ്റുള്ളൂ, അല്ലെ പൈസ കിട്ടണം, ഇതൊക്കെ പറ്റുള്ളൂ എന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. അതൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷെ ബിഗ് ബോസിൽ പോയ സമയത്ത് നല്ല കട്ട നെഗറ്റീവ് ആയിരുന്നു അവർ. ബിഗ് ബോസ് ഇറങ്ങിയതിന് ശേഷം അവർക്ക് നല്ല പോസിറ്റീവ്, ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടമായിരുന്നു. അത് രേണുസുതി പിന്നെ അത് കഴിഞ്ഞ് കുറേ ഇതൊക്കെ കിട്ടി, പരസ്യങ്ങളും ചെറിയ ഷോർട്ട് ഫിലിം, ആൽബംസ്, അങ്ങനെയൊക്കെ രേണുസുതിക്ക് കിട്ടി. പക്ഷേ ഇതേ രേണുസുതി കാട്ടിക്കൂട്ടിയതോ ലൈവിൽ ഓരോരോ വിക്രകൾ കാണിക്കുക, ആൾക്കാർ ഇപ്പം പൈസയ്ക്ക് ഒന്നും ഒരു പ്രശ്നവുമില്ല. രേണുസുതി ഇപ്പം നല്ലപോലെയാണ്, അതിൻ്റെ അഹങ്കാരമുണ്ട്. ഡ്രസ്സിൽ മാറ്റം, മുടി മാറ്റം, ബോഡി ഷേപ്പിലെല്ലാം മാറ്റം വന്നിട്ടുണ്ട്, അതൊക്കെ ഓക്കെ. പക്ഷേ രേണുസുതി ഇങ്ങനെയൊക്കെ ഇത് ചെയ്ത് നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഇവർക്ക് കുറച്ചും കൂടെ പോസിറ്റീവ് ഉണ്ടായി. ഇപ്പം ബിഗ് ബോസ് വന്നതിന് ശേഷം നല്ല പോസിറ്റീവ് ഉണ്ടായ സമയത്ത് അവർക്ക് നല്ലപോലെ മുന്നോട്ട് പോകായിരുന്നെങ്കിൽ അവർ നല്ല ഇത് ആളുകൾക്ക് അവരെക്കുറിച്ച് നല്ല ചീത്ത വിളിക്കൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പം ഇവിടെ കാര്യം പറഞ്ഞാൽ രേണുസുതി ഇങ്ങനെയാകാൻ കാരണം സുധിച്ചേട്ടനല്ല. സുധിച്ചേട്ടൻ മരിച്ചു, സത്യമാണ്. ആ മനുഷ്യനെ വെറുതെ വിടുക.
അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ഷെയർ ചാനൽ സബ്സ്ക്രൈബ് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരയ്ക്കും. അതുവരെ ബൈ ബൈ.